നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ യാത്രികർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് രാമക്കൽമേടിലൂടെയാണ്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ മലനിരയാണ് രാമക്കൽമേട്. ഇവിടെ കാറ്റിൻ്റെ ശക്തി, പ്രകൃതി സൗന്ദര്യം എന്നിവ ഒരു വ്യത്യസ്ത അനുഭവമാണ്. രാമക്കൽമേട് എന്ന പേര് തികച്ചും ഐതിഹാസികപരമാണ്. രാമൻ ലങ്കയിലേക്കുള്ള യാത്രാമധ്യേ ഇവിടെ വിശ്രമിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ നമുക്ക് ധാരാളം കാറ്റാടിപ്പാടങ്ങൾ കാണാൻ കഴിയും. മലനിരകളും കാറ്റാടിപ്പാടങ്ങളും ഗ്രാമങ്ങളും കാടും വീടും എല്ലാം ഇടതൂർന്ന ഒരു പ്രത്യേക അനുഭവമാണ് ഈ പ്രദേശം. ദൂരെ അകലേക്ക് നോക്കിയിരിക്കുന്ന കുറവൻ്റെയും കുറത്തിയുടെയും പ്രതിമയാണ് ഇവിടുത്തെ ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാണ്. കൂടാതെ തന്നെ മഴമുഴക്കി വേഴാമ്പലിൻ്റെ പ്രതിമയും കൂടെയുണ്ട്. യാത്രികരാൽ വികൃതമാക്കപ്പെട്ട രീതിയിലാണ് മഴമുഴക്കി വേഴാമ്പലിൻ്റെ പ്രതിമ. നമുക്ക് അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ അത് കാണാൻ കഴിയും. ഒരു മെയിൻ്റനൻസുമോ വൃത്തിയോ കാര്യങ്ങളോ ഇല്ലാതെ അലക്ഷ്യമായി പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഷെഡ് പോലെ നമുക്ക് താഴ്ന്നു തോന്നുമെങ്കിലും മുകൾക്ക് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. യാത്രക്കാരുടെ സഞ്ചാരികളുടെ നമുക്ക് അവരെ പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കുറേ ആൾക്കാർ വന്ന് ഇതിനകം കംപ്ലീറ്റ് നശിപ്പിച്ചിരിക്കുക. നമുക്കിവിടെ നിന്ന് അന്യ ജില്ലയായ തമിഴ്നാട് ജില്ലയായ കമ്പം തേനിയിലെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിമനോഹരമായ ഒരു യാത്രാ അനുഭവമാണ് നമ്മൾക്ക് രാമക്കൽമേട് നൽകുന്നത്. എന്നതില്ലാത്തൊരു ആനന്ദവും ഒരു പോസിറ്റീവ് എനർജിയുമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അത് കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഒരു പഴയ ഇടിഞ്ഞുവിടാറായ കെട്ടിടത്തിൻ്റെ അനുഭൂതിയാണ് നമുക്ക് തരുന്നത്. ഈ ഇറങ്ങി വരുന്ന ചുവരുകളിലെല്ലാം തന്നെ ഓരോ ആൾക്കാർ അവരുടെ പേരും വികൃതമാക്കപ്പെട്ടിരിക്കുന്നു. എന്ത് ചെയ്യാം, നമ്മളുടെ ആൾക്കാരുടെ സംസ്കാര ശൂന്യത.